ഇപ്പൊ ഓതി ആയത്ത്, ഞാൻ ആയത്ത് കേട്ടില്ല. ഇതപ്പോ സാഹിബ് ചെയ്ത് അല്ല, ഇതെനിക്ക് കിതാബ് വായിക്കാൻ നിങ്ങളത് വായിക്കും. അദ്ദേഹം ചോദിച്ചല്ലേ മൂപ്പയ്ക്ക് ബോധ്യപ്പെട്ടു, വായിച്ചോളി. അദ്ദേഹത്തിന് ചോദ്യം പെൻഡിംഗ് ആണ്, വിഷയം മാറ്റിയെന്ന് പറയണ്ട. ഇവിടെ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് വഹാബികൾ ഇമാം ഷാഫിയുടെ ആളുകളല്ല നിങ്ങൾ, ഷാഫി ഇമാമിനെ കുറിച്ച് ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ടോ? ഏതാണ് ആ മൗലവി? ആരാണ് ചോദിച്ചത്? നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ടൊന്ന് അറിയാൻ വേണ്ടി ചോദിക്കാം. ആരാണ് ചോദിച്ചത്? ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ടോ എന്ന വിഷയങ്ങൾ ഇവിടെ ആരാ ചോദിച്ചത്? ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഇമാം ഷാഫി വന്നോ, പറഞ്ഞിട്ടുണ്ടോ? നബിദിനം ആഘോഷിക്കാൻ പറഞ്ഞു. നബിദിനത്തിന്റെ മൗലിദിന്റെ മറ്റ് നബി പ്രവാചക സ്നേഹം അന്നും ഇന്നും ഇന്നത്തെ രീതിക്ക് ഷാഫി ഇമാം തെളിവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആരോ ഇവിടെ വെല്ലുവിളിച്ചു. ഇങ്ങനത്തെ രീതി ഒന്നും വേണ്ട. നബിദിനം ആഘോഷിക്കാൻ ഷാഫി ഇമാം പറഞ്ഞ ഓരോ കാര്യങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, ഏത് രീതിയായിക്കോട്ടെ. അപ്പൊ നിങ്ങളും ചോദ്യം ചോദിക്കുന്നുണ്ട്, ഞാനും ചോദിക്കുന്നു. ഞാൻ ഇമാം ഷാഫിയുടെ ഇബാറത്ത് വായിക്കാം. നിങ്ങളാരാ? ഇമാം ഷാഫിഈ റഹിമഹുല്ലാ, ഇമാം ഷാഫിഈ റഹിമഹുല്ലാ സർവ്വ വഹാബികൾക്ക് മറുപടിയായി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മൻ ജമഅ ലി മൗലിദിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്വാന, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പ്രോഗ്രാമിന് വേണ്ടി ആരെങ്കിലും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയാൽ, വഹയ്യ തുആമൻ, അവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാർ ചെയ്യുകയും ചെയ്താൽ, വഅഖ്ലാ മക്കാനൻ വഅമില ഇഹ്സാനൻ, അങ്ങനെ സ്ഥലം രൂപപ്പെടുത്തുകയും അവിടേക്ക് നല്ല കാര്യങ്ങൾ അതുപോലെ ചെയ്യുകയും ചെയ്താൽ, വസാറ സബബൻ ലിഖിറാഅതിഹി, അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ അപദാനങ്ങളോടെ പാടുകയും പുകഴ്ത്തുകയും അവിടെ നടക്കുകയും ചെയ്താൽ, ബഅസഹുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ വഹാബികളെ കേട്ടോളൂ, അള്ളാഹു അവരെ യാത്രയാക്കുന്നത് നരകത്തിലാണെന്നല്ലേ വഹാബി മൗലവികൾ നിങ്ങൾ ഇതുവരെ പറ്റിച്ചത്? അള്ളാഹുവിന്റെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നു, അവരെ പറഞ്ഞയക്കുന്നത് മഅസ്ദിഖീന, അള്ളാഹുവിന്റെ സിദ്ദീഖുകളുടെ കൂടെയാണ്, വശുഹദായി, വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി മൃത്യു വരിച്ച ശുഹദാക്കളുടെ കൂടെയാണ്, വസാലിഹീങ്ങളുടെയും കൂടെയാണ്, വയകൂനു ഫീ ജന്നാത്തിൻ നഈം, പരിശുദ്ധമായ സ്വർഗീയ പൂങ്കാവനത്തിലായിരിക്കും അവരെന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ വെല്ലുവിളി സുന്നികൾ ഏറ്റെടുത്തിരിക്കുന്നു. അത് അല്ലാഹു അക്ബർ. നിങ്ങൾ ഇപ്പൊ വായിച്ച അബ്ദുൽ അസീസ് സഖാഫി എഴുതിയ പുസ്തകമാണ്. ഇമാം ഷാഫിയുടെ 7 കിതാബിലുണ്ട് പറയും. ഇമാം ഷാഫിയുടെ കയ്യടി കണ്ട അബ്ദുൽ അസീസ് സഖാഫി എഴുതിയ ബുക്കാണ് ഇപ്പൊ വായിച്ചത്, അല്ലേ? ആണ്, ശരി. ഇനി ഷാഫി ഇമാമിന്റെ 7 കിതാബ് അത് പറയും. ഷാഫി ഇമാമിന്റെ 7 കിതാബിൽ ഏത് വാളും ഏത് പേജ് അത് പറഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് മൗലിദേക്കാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇപ്പൊ വായിച്ചത് ഷാഫി ഇമാമിന്റെ 7 കിതാബിൽ ഏത് വാള്യം എത്രാമത്തെ പേജിൽ അത് കാണിച്ചെന്നാൽ ഒന്നിച്ച് മൗലിദ് ഇപ്പൊ കഴിക്കും, ഒരു സംശയമില്ല. ഞാനേബ് ഇപ്പൊ ചെല്ലും, വായിക്കും. ഇമാം ഷാഫിന്റെ 7 കിതാബാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാനിപ്പോ വായിച്ചത് ആരുടെതാ? എന്താ ആയത്താണോ? അല്ലേ? ആണ്. അങ്ങനെ നിങ്ങളോട് പറഞ്ഞേ ഖുർആനുണ്ട് എന്നുള്ളതുകൊണ്ട് അല്ലെ? ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞത് ഒരു കിതാബിൽ എഴുതിയാൽ അത് അയാൾ എഴുതിയെന്ന് പറയാം. കിതാബ് പറയുന്നത് ഞാൻ കടലാസിലുള്ളതല്ലോ. എവിടെ പറഞ്ഞു ഞാൻ പറയാം. പാടില്ല. വിശുദ്ധ ഖുർആൻ ഒരാൾ വായിച്ചാൽ അത് നോക്കി സ്ഥലം നോക്കി കിതാബ് വായിക്കും. കിതാബ് വായിക്കും. മാന്യമായി ചോദിച്ചു അതായിരുന്നു, എവിടെ പറഞ്ഞു അല്ലാണ്ട് നോക്കി വായിച്ചു പറയേണ്ട ആവശ്യമില്ലല്ലോ. സമാധാനം ചെയ്തോളി. സംഗതി ബുക്ക് വായിച്ചടക്കല്ല വേണ്ട, കിതാബ് ഓതി പഠിക്കും. നിങ്ങൾ ബുക്കും വായിച്ചടക്കപ്പോ കിതാബ് ഓതി പഠിക്കുക. എന്താ വേണ്ടത്? ഈ അബ്ദുൽ അസീസ് സഖാഫി ആരെങ്കിലും അറിയോ? നമ്മൾ പണ്ട് ക്ലിപ്പുണ്ട് ഇമാം ഷാഫി, അയാളെ പരിചയപ്പെടുത്തണ്ടല്ലോ. അയാളെ ബുക്കല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ? നിങ്ങൾ ഇമാം ഷാഫിന്റെ കിതാബിന്റെ പേര്, ഇമാം ഷാഫിന്റെ കിതാബിന്റെ പേര് വായിക്കുന്ന ധൈര്യം ഉണ്ടെങ്കിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ലോക പ്രശസ്ത പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ അനിഅമത്തുൽ കുബ്ര അലൽ ആലം ഫീ മൗലിദ് സയ്യിദ് മുൽക്കി ആദം എന്ന വിശുദ്ധമായ ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി കള്ളം ദീൻ ഇസ്ലാമിന്റെ പേരിൽ കടത്തിക്കൂട്ടി എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഞാൻ ഒന്നും കൂടി തരാം. ആ കിതാബ് തന്നെ അതിലുണ്ട്. അതിന് മാത്രമല്ല വേറെയുണ്ട്. നിങ്ങൾ വായിച്ച ഒരു കിതാബാണെങ്കിൽ ഇത് 2ാമത്തെ കിതാബ് ഇതിലുണ്ട്. നിങ്ങൾ പറഞ്ഞത് ഇമാം ഷാഫിന്റെ ആ വാക്ക് ഇതിലുണ്ട്. നിങ്ങൾ വായിച്ചു മാത്രമല്ല, നിങ്ങൾ വായിച്ച കിതാബ് നിങ്ങളും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അൻ-നിഅമത്തുൽ കുബ്ര എന്ന കിതാബ് നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളെ ഉസ്താദുമാരും കണ്ടിട്ടില്ല. അത് ലോകത്ത് കണ്ടവരുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്നാ ഈ കിതാബിലും ആ വാക്കുണ്ട്. നിങ്ങളാ വായിച്ചത്. നിങ്ങൾ ഇപ്പൊ വായിച്ച കിതാബുണ്ടല്ലോ ഇബ്നു ഹൈതമിയുടെ അൻ-നിഅമത്തുൽ കുബ്ര, ആ ഹൈതമിന്റെ ശിഷ്യൻ സൈദ് മഖ്ദൂമിന്റെ ഫത്ഹുൽ മുഈൻ, അതിന്റെ വ്യാഖ്യാനം ഇയാൻ ത്വാലിബീൻ അതിലുണ്ട്. അതൊക്കെ അവലംബാവുന്ന
എല്ലാം അവിടുന്ന് അവലംബം. അത് ഇമാം ഷാഫിയുടെ പേര് ശുദ്ധ കളവാണ്. അല്ലെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ഇമാം ഷാഫി ഏത് കിതാബിൽ പറഞ്ഞു? ഇമാം ഷാഫിക്ക് എത്ര കിതാബുണ്ട്? ഹദീസിൽ കിതാബുണ്ട്, തഫ്സീറുണ്ട്, ഫിഖ്ഹിലുണ്ട്, ഉസൂൽ ഫിഖ്ഹിലുണ്ട്, ഉസൂൽ ഹദീസിലുണ്ട്. എത്ര കിതാബ് ഇമാം ഷാഫി എഴുതിയോ? ഞങ്ങളൊക്കെ വിചാരിച്ചത് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനും പേരിലെ പുള്ളറിയുള്ളൂ. പക്ഷെ സ്വന്തം ഇമാമിങ്ങളുടെ പേരിലും കളവ് പറയാന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു, ഇമാം ഷാഫി എഴുതിയ ഒരൊറ്റ കിതാബിൽ വേണ്ട, ഇമാം ഷാഫിയുടെ ശിഷ്യന്മാർ ഇമാം ഷാഫിയിൽ നിന്ന് കേട്ട് രേഖപ്പെടുത്തി വെച്ച കിതാബിൽ ഈ പറഞ്ഞ വാചകം ഇല്ലേ ഇല്ല, ഇല്ലേ ഇല്ല. പിന്നെ ഇബ്നു ഹജർ ഹൈതമി എന്ന് പറയുന്ന പണ്ഡിതൻ ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്. ഇമാം ഷാഫി ഹിജ്റ 150 ജനിച്ച ആളാണ്. ഹിജ്റ കേൾക്കി മുപ്പത് കുറച്ച് എടുക്കാറൊക്കെ ഉണ്ടാവും, അവിടെ നോട്ടെ. ഇമാം ഷാഫി 150 ജനിച്ച് 204 മരിച്ച ആളാ. മുസ്ലിയാരെ നിങ്ങളുടെ പേര് ചോദിക്കാൻ പറഞ്ഞു, അതപ്പോ വെച്ചത്. നിങ്ങളുടെ പേരെന്താ? നിങ്ങളുടെ പേര് ആയിക്കോട്ടെ, പേര് വേണ്ട, കുഴപ്പമില്ല. അപ്പൊ ഏതായിരുന്നാലും ഇമാം ഷാഫി റഹിമഹുല്ല ഹിജ്റ 150 ജനിച്ചു, 204 മരിച്ചു. ഇബ്നു ഹജർ ഹൈതമി ഹിജ്റ 911 ജനിച്ചു, 973 മരിച്ചു. നിങ്ങളിപ്പോ ഉദ്ധരിച്ച ആള് 911 ജനിച്ചു, 973 മരിച്ചു. ഇമാം ഷാഫി 150 ജനിച്ചു, 204 മരിച്ചു. അപ്പോ 800 കൊല്ലത്തെ വ്യത്യാസം. 800 കൊല്ലം കഴിഞ്ഞ് ജീവിച്ച ഒരാള് പറയാ ഇമാം ഷാഫി ഇങ്ങനെ പറയും. എവിടെ? അത് ചോദിക്കാൻ പാടില്ല. അതിപ്പോ ഈ ബുക്കിലും ഇതും വായിച്ചോളി. നിങ്ങൾക്ക് നീ ഈ ബുക്ക് കഴിച്ചാൽ മറ്റു വായിക്കാൻ ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഇമാം ഷാഫി എഴുതിയ 100 കണക്കായ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളിൽ ഒരൊറ്റ കിതാബിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പോലുമില്ല. ഇമാം ഷാഫിയുടെ ശിഷ്യന്മാർ, ലോകത്ത് മൊത്തം പ്രചരിച്ച ആയിരക്കണക്കായ ശിഷ്യന്മാർ, അവിടെ ഗ്രന്ഥങ്ങളിലും അതില്ല. ഇമാം ഷാഫി പറഞ്ഞാൽ ഒന്നുകിൽ ശിഷ്യന്മാരെ കേൾക്കണം, അല്ലെങ്കിൽ ഇമാം ഷാഫിയുടെ കിതാബിൽ കാണണം. അത് രണ്ടുമില്ല. 800 കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ പറയാ ഇമാം ഷാഫി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുപോയിക്കോന്ന് പറയാന്നല്ല, വേറെന്താ പറയാ? അതുകൊണ്ട് ഇമാം ഷാഫിയുടെ പേര് ഇപ്പറഞ്ഞ കളവ് ഇനി നിങ്ങൾ പറയരുത്. അല്ലെങ്കിൽ ഇമാം ഷാഫിയുടെ ഏത് കിതാബിലുണ്ട് ആ കിതാബിന്റെ വാല്യൂം പേജും നിങ്ങൾ പറയണം. എളീക്കൂടൊക്കെ നല്ല എല്ലായിടത്തും ഇളക്കം വരുപ്പോ, ഇന്ന് രാത്രി ഉറക്കം വരൂല, അതാ പ്രശ്നം. ഈ സംഭവം നിഅമത്തുൽ കുബ്രായിൽ കൊണ്ടുവന്ന ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ പച്ച കള്ളത്തരം കൂട്ടിക്കെട്ടിയെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിലുണ്ടെങ്കിൽ കടത്തിക്കൂട്ടി തന്നെയാണ്, ഒരു സംശയം. ഇതുണ്ട് ഉറപ്പാണല്ലോ. നിഅമത്തുൽ കുബ്രായിൽ ഇതിലില്ലേ? നിഅമത്തുൽ കുബ്രായിലെ കിതാബ് മത്ബൂ ആയി ലഭ്യമേ അല്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സഖാഫി ഒന്നല്ലേ? അത് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? നിഷേധിക്കുന്നു. നിഷേധിക്കില്ല എന്ന് നിഷേധിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു വേദിയിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് ആ കിതാബുമായി ഞങ്ങൾ മുന്നോട്ട് വരും. ഇൻഷാല്ലക്ക് എത്ര കാലാവധി? കാലാവധി എത്ര? ഇൻഷാല്ലക്ക് എത്ര കാലാവധി ഉണ്ട്? ഇൻഷാല്ലക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. കിതാബിനെ ചവിട്ടി കൂട്ടി എവിടെ കൊണ്ടുവരും? എവിടെ കൊണ്ടുവരും? അടുത്ത വെള്ളിയാഴ്ച മുഖാം കൊണ്ട് കൊണ്ടുവരുമോ? നിങ്ങളുടെ മർക്കസിലേക്ക് വന്നോളൂ, ഞങ്ങൾ എടുത്തല്ലോ. മർക്കസ് തുറന്നിട്ട് എവിടേക്ക് വരാലോ? അങ്ങനെ ഈ കേസ് പോയിട്ട് തന്നെ ആകെ ഇടുന്നറിയിക്കും. പിന്നെ ഞങ്ങൾ വന്നാൽ നിങ്ങൾ ഓഫീസിലേക്ക് നമ്മൾ വരാനാ? അത് മാത്രമല്ല, നേരെ മറിച്ച് ഞങ്ങൾക്ക് അടുത്ത വെള്ളിയാഴ്ച മുഖാമുഖുണ്ട്. ഓക്കെ, ഇമാമിയങ്ങളെ കാഫിറാക്കലും അവരെ കള്ളന്മാരാക്കലും നിങ്ങളെ പതിവാണ്. ഇമാം ഇബ്നു ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു മിനിറ്റ് ഈ വിഷയം ഇത് കേൾക്കി, ഇത് മുഴുവനാക്കണ്ടേ? നിങ്ങൾ ഇൻഷാല്ലാഹ് പറഞ്ഞ് പോയാൻ പറ്റുന്നില്ല, തീരുമാനിക്കണമല്ലോ. ഞാൻ പറയുന്നു ഇമാം ഷാഫിയുടെ പേര് ശുദ്ധമായ കളവാണ്, ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. ഇമാം ഷാഫിയുടെ ഏതെങ്കിലും ഒരു കിതാബിൽ ആ ഇബാറത്ത് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് 1 വർഷം സമയം തരാം. 1 വർഷം. ഇന്ന് ഡിസംബർ 15, 2016 ഡിസംബർ 15 വരെ സമയം തന്നിരിക്കുന്നു. കഴിയുമെങ്കിൽ കൊണ്ടുവരാം. ഞാൻ പറയുന്നു ഖിയാമത്ത് വരെ കിട്ടിയാലും കൊണ്ടുവരാൻ കഴിയില്ല. 2 ഇമാം ഷാഫിയുടെ കിതാബിൽ വേണ്ട, ഇമാം ഷാഫിയുടെ ശിഷ്യന്മാരുടെ കിതാബുകൾ കാണിക്കാൻ കഴിയുമോ? അതും പറയുന്നു ഇല്ല. ആ ഒരു കൊല്ലം അതിലും പിടിച്ചോളി, അതും കാണിക്കാൻ കഴിയില്ല. ഇനി ഇമാം ഷാഫിയിൽ നിന്ന് മതം പഠിച്ച ലോകത്തറിയപ്പെട്ട എത്ര ആലിമീങ്ങളുണ്ട്? ഇമാം മാലിക്കിനെ പോലും, ഇമാം അഹമ്മദിനെ പോലുള്ള പണ്ഡിതന്മാർ. ഇമാം അഹമ്മദ് ഹംബൽ റഹിമഹുല്ലാഹി കിതാബിലുണ്ടോ ഇമാം ഷാഫി പറഞ്ഞു വന്നിട്ട്? ഇനി വേണ്ട, ഇമാം ഷാഫിയുടെ കേക്ക് ഇത് മെച്ചുണ്ട്, ഇത് നരമ്പുമ്പോ പിടിക്കും. ഇമാം ഷാഫിയുടെ ഉദ്ധരണികളെ ഏറ്റവും അധികം ഉദ്ധരിച്ച ആളാണ് ഇമാം ബൈഹഖി. ഷാഫി മദ്ഹബുകാരനാണ്. ആ ഇമാം ബൈഹഖി ഉദ്ധരിച്ചുവോ? ഇമാം ഷാഫി പറഞ്ഞത് ഇല്ല. ഇനി ഷാഫി മദ്ഹബിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കി കൊടുത്ത 2ാം ഷാഫിഈ ഇമാം നബവി റഹിമഹുല്ലാ, ആ ഇമാം നബിയുടെ ഏതെങ്കിലും ഒരു കിതാബിൽ ഇമാം ഷാഫിയുടെ ഈ ഉദ്ധരണി കൊടുത്തുവോ? ഇല്ല, കൊണ്ടുവരാൻ കഴിയില്ല. എല്ലാത്തിനും ഓരോ കൊല്ലം വെച്ച് തരാം, എന്നാലും വിടില്ല.
കാണിക്കാൻ കഴിയില്ല. പിന്നുള്ളത് നിഅ്മത്തുൽ കുബ്ര എന്ന കിതാബിലുണ്ട്. അങ്ങനത്തെ കിതാബ് നിങ്ങൾ കണ്ടക്കണോ? ആ നിഅ്മത്തുൽ കുബ്ര എന്ന കിതാബ് നിങ്ങൾ കണ്ടക്കണോ? നിങ്ങൾ കണ്ടിട്ടില്ല, എനിക്ക് ഉറപ്പാ. ആ ബുക്കേജ് അബ്ദുൽ സഖാഫി കണ്ടിട്ടില്ല, എനിക്ക് ഉറപ്പാ. അങ്ങനെ കിതാബ് ഇനി ഉണ്ടാക്കിയിട്ട് വേണം. ഇനി ചിലപ്പോൾ മൂലാമ തട്ടിക്കൂട്ടി ഒപ്പിച്ചുണ്ടാക്കി ആ നിഅ്മത്തുൽ കുബ്ര എന്നുള്ള വലിയ നിഅ്മത്തായിട്ട് കൊണ്ടുവരും. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായും തീർത്തും പറയുന്നു, ഇബ്നു ഹജർ അൽ-ഹൈതമിയുടെ അൻ-നിഅ്മത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ അത് ആ കിതാബിനുണ്ടോ എന്നുള്ളത് ഇപ്പം തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇനി ആ കിതാബിൽ ഉണ്ടെങ്കിൽ പോലും ഇമാം ഷാഫിയിലേക്ക് എത്തുന്ന പരമ്പരയോ ആ നിലക്കുള്ള ഒരു അവലംബമോ അതിന് ഇല്ല. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫിയുടെ പേരിൽ നിങ്ങൾ ഇവിടെ പച്ചയായി കളവ് പറഞ്ഞിരിക്കുന്നു. അബ്ദുൽ അസീസ് സഖാഫി എഴുതി വെച്ച